ശിലയായ പരിശുദ്ധ ഖുർആനിന്റെയും തിരുഹദീസിന്റെയും സ്വഹാബിമാരുടെ വർത്തമാനങ്ങളിൽ നിന്നും എങ്ങനെയാണ് ദീനിന്റെ നിയമങ്ങൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഗവേഷണം ചെയ്തെടുക്കുന്നത് എന്ന് ഏതൊരു പഠിതാവിനെയും പഠിപ്പിക്കുന്ന ഇമാമുന ശഫഈ തങ്ങളുടെ ഗ്രന്ഥമുണ്ട് കിതാബുർ റിസാല. ആ കിതാബുർ റിസാല ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഞാനൊരു സ്വലാത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ സ്വലാത്തിന്റെ പേരിലാണ് പടച്ചവൻ എന്നെ സ്വീകരിച്ചത്, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയത്. ഏതാണ് ആ സ്വലാത്ത്? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി കുല്ലമാ ദകറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഒന്നുകൂടി കേൾക്കണേ, ഇത് മനസ്സിൽ പതിപ്പിച്ചു വെക്കണേ. ഇത് ഇമാം ശാഫിഈ തങ്ങളുടെ സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ശാഫിഈ ഇമാമിന്റെ ശഫാഅത്ത് കിട്ടൂലേ? ശാഫിഈ ഇമാമിന്റെ വഴിയിലൂടെ മുത്തുനബി തങ്ങളിലേക്ക് എത്താൻ കഴിയില്ലേ? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി കുല്ലമാ ദകറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിലാണ്, ആ സ്വലാത്ത് ഞാൻ എന്റെ കിതാബിന്റെ തുടക്കത്തിൽ ഒരു തവണ എഴുതി വെച്ചതിന്റെ പേരിലാണ് പടച്ചവൻ ഈ സൗഭാഗ്യം മുഴുവനും എനിക്ക് തന്നത് എന്ന് ലോകത്തിന്റെ നായകരായ, ലോകത്തിന്റെ ഗുരുവായ ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു. നാത്തെ സർക്കാർ की पढ़ता हूँ मैं, नाते सरकार की पढ़ता हूँ मैं, बस इसी बात से घर में मेरी रहमत होगी. खैरुल बशराई मण्ണിൽ വന്ന ഖാതിമരേ ഖാലിദിൻ നൂറായി ഉദയം അന്ന് മരുഭൂതീരം. യാ നബി मैं जो कहता रहा नूर के मोतियों की लड़ी बन गई. आयतों से मिलाता रहा आयतों से मिलाता रहा आयते, फिर जो देखा तो नाते नबी बन गई. नाते सरकार की पढ़ता हूँ मैं, बस इसी बात से घर में मेरी रहमत होगी. എന്റെ ഹബീബിന്റെ മദ്ഹുകൾ ഞാൻ പറയുന്നത് എന്നെ അല്ലാഹു പടച്ചത് അതിനു വേണ്ടിയാണെന്ന കാരണം കൊണ്ടാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ മുത്തുനബിയുടെ ഉമ്മത്തായി മാറിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് അല്ലാഹു മുഹമ്മദ് എന്ന നാമം നൽകിയത് എന്തിനാ? സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിയെ പോലത്തെ ഒരു പേര് മതിയായിരുന്നില്ലേ? എന്താണ് ആദം എന്ന വാക്കിനർത്ഥം? മണ്ണിന്റെ പുത്രൻ എന്നാണ്, മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടയാള്. ഇബ്രാഹിം നബിക്ക് നൽകിയ പേര് പോലത്തെ ഒരു പേര് മതിയായിരുന്നില്ലേ? എന്താ ഇബ്രാഹിം എന്ന വാക്കിനർത്ഥം? ജനതകളുടെ പിതാവ് എന്നാണ്. മൂസ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടയാളെന്നാണ്. എവിടെയാണ് ആ മഹത്വമുള്ളത്? ആദം നബിയുടെ മഹത്വം എവിടെയാ പേരിലുള്ളത്? ഇബ്രാഹിം നബിയുടെ മഹത്വം എങ്ങനെയാണ് ആ പേര് സൂചിപ്പിക്കുന്നത്? എന്നാൽ മുഹമ്മദ് എന്ന പവിത്രമായ നാമത്തിന്റെ അർത്ഥം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും അവസാനിക്കാത്ത സ്തുതിയുടെ ഉടമ എന്നാണ്. ഇത് മഹ്മൂദല്ല, ഇത് മുഹമ്മദാണ്.